ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ മൽക്കാൻഗിരിയിൽ വന്നിട്ട് ഇവിടെ 2-3 മാർക്കറ്റിൽ നമ്മൾ പോയി. ഇപ്പം ഒരു മലയാളി സാർ ഇതിന് മുമ്പ് ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സാറ് പറഞ്ഞ് ഇവിടെ ഒരു ഞായറാഴ്ച ഹട്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു ഹട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണേ. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ്. പോണ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പാടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴ പെയ്ത് രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. പിന്നെ ആ കുറച്ച് സമയമായപ്പോൾ നല്ല മഴ തോന്നും. നമ്മൾ പോണ സമയപ്പോൾ നല്ല മഴ തോന്നി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൂടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കണ്ടിന്യൂസ് മഴയാണ്. ഇനിയിപ്പോൾ ഈ ജൂൺ തീരുന്നത് വരെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, പശുക്കളൊക്കെ കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പശുക്കളുണ്ട്. അതുപോലെ തന്നെ കണ്ടോ പനയും നങ്ക് മരവും അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചൂട് മാറുമ്പോഴത്തേക്ക് ഉള്ള പാടങ്ങളെല്ലാം അവർ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇടിച്ചിട്ട് അതിനകത്ത് പിന്നെ ഇവർ നെല്ലും ഗോതമ്പും ഒക്കെ കൃഷി ചെയ്യും. അത് ഈ തണുപ്പ്, അതായത് ഈ മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ കൃഷി ചെയ്യും. അതായത് ഈ വെയിലത്തൊന്നും ഒന്നും ചെയ്യാം. വെയിലാവണ സമയത്തുണ്ടല്ലോ ഇവിടേക്കെല്ലാം മരുഭൂമി പോലെ കിടക്കും. അത് കഴിഞ്ഞിട്ട് മഴ പെയ്ത് ഇവിടേക്ക് ഒന്ന് കോരുമ്പോഴത്തേക്ക് ഈ മഴ തീർന്ന ഉടനെ അവർ കൃഷി ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇവിടെയൊക്കെ ആൾക്കാർ പറഞ്ഞുള്ള അറിവാട്ടോ. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഗാവ് പ്രദേശമാണ്. അവിടെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കാട് എന്ന സംഭവം റോഡുണ്ടെന്നേ ഉള്ളൂ. ഒരു മെയിൻ റോഡൊന്നും അല്ല കേട്ടോ. എന്തായാലും പോയി കാണാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കിടക്കുമെന്ന് നമുക്ക് പോകാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ എന്തായാലും കിലോമീറ്റർ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എത്തി കേട്ടോ. മാർക്കറ്റിനകത്തോട്ട് എത്തി. തൊളിയൊക്കെ പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കയറാൻ തോന്നുന്നു. എന്തായാലും ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി. കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടോ പനങ്ങളിലൊക്കെയാണ് ഇങ്ങനെ വിൽക്കുന്നത് കേട്ടോ. പനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഇങ്ങനെ കുപ്പിയിലൊഴിച്ച് പരസ്യമായിട്ട് അങ്ങ് വിൽക്കുക. പിന്നെ പനങ്ങളിലൊന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെ പനയുടെ കള്ളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ മീനൊന്നുമില്ല. പിന്നെ അല്ലാതെ ഈ വളർത്തു മീനൊക്കെ ആയിരുന്നു ഉള്ളത്. കണ്ടോ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. പിന്നെ അവിടെ തന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഈ ആൾക്കാരൊക്കെ എന്താണ് ഈ പക്കോട അതും ഇതൊക്കെ ആരൊക്കെ വാങ്ങിച്ച് കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ടിങ്ങ് വന്ന് മീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. എന്തായാലും ഒരിത് അപ്പം ഞങ്ങൾ ഇങ്ങനെ മീനൊക്കെ വില ചോദിച്ചു. അതായത് കൊഞ്ചിൻ്റെ വിലയാണ് ചോദിച്ചേ. അവിടെ ചെമ്മീൻ 300 രൂപ ഉള്ളായിരുന്നു കേട്ടോ കിലോ. അതും വലിയ കൊഞ്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, ഒരു 1/2 കിലോ. അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് പിന്നെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ ശനിയാഴ്ച മാർക്കറ്റിൽ പോയി വാങ്ങിയായിരുന്നു. ഇത് വെറുതെ ഒന്ന് കാണാൻ പോകാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളധികം പച്ചക്കറിയൊന്നും വാങ്ങിച്ചില്ല, അവരൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാത്തതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ കണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും പോലത്തെ ഉള്ള ഈ ഉണക്കമീനൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അത് മൊത്തം കടലില്ലാതാണ്. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ വരുന്നതായിരിക്കാം. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മത്തിയൊക്കെ ഇവിടെ 1/2 കിലോ 160 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് നമ്മളെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വിലക്കുറവ് ഉണക്കമീൻ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടുന്ന ഈ ഉണക്കമീൻ വാങ്ങിച്ച് കഴിക്കാൻ തോന്നത്തില്ല. ഞങ്ങളിതുവരെ കഴിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കത്തില്ല. അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ കണ്ടു. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി ഇവിടെ ചേനയും ഉണ്ട്. ചേനയും ചേമ്പും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചിലപ്പോൾ ഈ എന്തായത് വെന്തില്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട് ഞാനൊരു കുഞ്ഞു ചേന വാങ്ങിച്ചു. ഇവിടെ കിലോ 60 രൂപ എന്തോ ആയിരുന്നു. ഞാനങ്ങനെ 20 രൂപ കൊടുത്തൊരു കുഞ്ഞു ചേന വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ എവിടെ നോക്കിയാലും ഉണ്ട് കുടയും അതുപോലെ തന്നെ ട്രെയിൻ കോട്ടും ഉണ്ട്. കാരണം മഴ ആയതുകൊണ്ട്. അങ്ങനെ കണ്ടോ പടവലങ്ങ 1 കിലോ 50 രൂപയായിരുന്നു. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു 20 രൂപയ്ക്ക്. വലിയതായിട്ട് കിട്ടിയത് കേട്ടോ. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങളാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അത് മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ. അതും ആ ചേനയും മാത്രമേ വാങ്ങിച്ചോളൂ. അതൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് നേരം പട്ടി ഷോയൊക്കെ കാണിച്ചു അവിടെയൊക്കെ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.